ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. മാറി മാറി കുപ്പായങ്ങൾ അണിഞ്ഞു അവൻ ആ പരമദരിദ്രന്റെ മുമ്പിൽ തന്റെ സമ്പത്ത് പ്രദർശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ സമ്പത്ത് പ്രദർശിപ്പിക്കുകയാണ്. എപ്പോഴാണ് മനുഷ്യൻ സമ്പത്ത് പ്രദർശിപ്പിക്കുന്നത്? നമുക്കറിയാവുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അല്പന് അർത്ഥം കിട്ടിയാൽ ബാക്കി നിങ്ങൾക്കറിയാം. ഒരാൾ സമ്പത്ത് പ്രദർശിപ്പിക്കുന്നത് അയാൾക്ക് അയാളിൽ തന്നെ വലിയ ആത്മവിശ്വാസമോ ആത്മാദരമോ ഒന്നുമില്ല. അയാൾ മറ്റു പലതിലുമാണ് ആശ്രയിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ കർത്താവ് യേശു മശീഹ പറഞ്ഞിട്ടുള്ള ഒരു ഉപമയിലും ധനവാനായ മനുഷ്യന് പേരില്ല, ധനവാൻ എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ധനമുള്ളത് ഒരു തെറ്റല്ല, എന്നാൽ അത് തെറ്റിലേക്ക് വരാനുള്ള ഒരു സാധ്യത അവിടെ വെക്കുന്നുണ്ട്. എന്താണ്? സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സമ്പത്തിലെന്നല്ല, മറ്റെന്തിൽ ആശ്രയം വെച്ചാലും അത് നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയത്തെയാണ് കുറയ്ക്കുന്നത്. അതാണ് പാപം. സമ്പത്തിൽ നിന്നല്ല, ഈ ഭൗമികമായ മറ്റെന്തിൽ നമ്മൾ ആശ്രയം വെച്ചാലും അത് നമ്മുടെ ദൈവാശ്രയത്തെ കുറയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരമൊരു പരാമർശം നമ്മുടെ കർത്താവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത് എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുക. അതുകൊണ്ട് ഇനി ഈ കഥയിൽ ഉടനീളം ധനവാനായ മനുഷ്യനെന്ന് പരാമർശിക്കുമ്പോൾ ധനത്തിൽ ആശ്രയിക്കുന്നവനെന്ന് ഹൃദയത്തോട് ചേർത്ത് വായിക്കണം. അല്ലാതെ ധനമുള്ളത് കുഴപ്പമൊന്നുമല്ല. ഒരർത്ഥം കൂടി നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ, ധനം എന്നാൽ അതിന്റെ എറ്റിമോളജി ജീവിതത്തെ ധന്യമാക്കുന്നത് എന്തോ അതാണ് ഒരാളെ സംബന്ധിച്ച് ധനമായിരിക്കേണ്ടത്. ജീവിതത്തെ ധന്യമാക്കുന്നത്, തൃപ്തമാക്കുന്നത് എന്തോ. അതുകൊണ്ടാണ് ചില ആളുകൾ പാടുന്നത്, വിദ്യാധനം സർവധനാൽ പ്രധാനം.